सखियां ने सजना है मैं भी सवरना है अज दिन चढ़े यार तेरे नाम दा वे अज सजया है वे सारा शहर अज हो गई आवे रब दी महर हाय सजया है वे सारा शहर अज हो गई आवे रब दी महर चिट्टा कुक्कड़ बने रहते चिट्टा कुक्कड़ बने रहते काश में दुपट्टे वाली मुंडा सदके तेरे काश വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നക്ഷത്ര കണ്ണുള്ള രാജകുമാരി സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിൻ്റെ കഥയാണ് കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും തരംഗമായി കൊണ്ടിരിക്കുന്നതാണ് ഈ മൊണാലിസ എന്ന് പറയുന്ന ഒരു കുട്ടി. ആ കുട്ടി മാല വിറ്റ് ജീവിക്കുന്ന ഒരു നാടോടി സ്ത്രീയാണ്, കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിട്ട് വൈറലായി കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കുട്ടിൻ്റെ വീഡിയോസാണ് ഇന്ന് കണ്ടുനോക്കി. തേനിന്റെ നിറം, നക്ഷത്ര കണ്ണുകൾ, വശ്യമായ ചിരി. പ്രയാഗ്രാജിലെ മഹാകുംഭമേള കണ്ടെടുത്ത ഒരു പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതെ, ഭക്തിയുടെയും പൗരാണികതയുടെയും വലിയ ആൾക്കൂട്ടമായ മഹാകുംഭമേള ഇടയിൽ ഇങ്ങനെ ചില അത്ഭുതങ്ങൾ കൂടി കണ്ടെടുക്കാറുണ്ട്. മധ്യപ്രദേശിൽ നിന്നെത്തി മാല വിറ്റ് നടന്ന ഒരു പെൺകുട്ടി ഇന്ന് അവളെ തേടി നടക്കുകയാണ് പ്രയാഗ്രാജിലെത്തുന്ന സകലരും. ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കും. നീ സുന്ദരിയാണെന്നും നിന്റെ കണ്ണുകൾ ഐശ്വര്യ റായുടേതുപോലെയെന്നോ അതിലും മികച്ചതെന്നോ പറയും. ചിലർ ഒരു പടി കൂടി കടന്ന് നീയും നിന്റെ കണ്ണുകളും എന്റെ ഹൃദയം കവർന്നെന്നു ചൊല്ലി പിന്നാലെ കൂടും. അതോടെ മാല വിൽക്കാതെ ഫോട്ടോ എടുത്ത് നിൽക്കുകയാണെന്ന് അവൾക്ക് വീട്ടുകാരിൽ നിന്നും ശകാരം കേൾക്കും. ഒരാഴ്ചയായി മൊണാലിസയ്ക്ക് ഇതൊക്കെ പതിവാണ്. മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ നിന്നെത്തിയ സ്കൂൾ വിദ്യാഭ്യാസം നേടാത്ത കുടുംബത്തിനൊപ്പം മാല വിറ്റ് നടക്കുന്ന ഈ കൗമാരക്കാരി ആരാണ്? ഒരു ദിനം കൊണ്ട് അവൾ ഇന്ത്യ മുഴുവനും സോഷ്യൽ മീഡിയ സെൻസേഷൻ ആയത് എങ്ങനെയാണ്? മധ്യപ്രദേശിലെ ഇൻഡോറിനടുത്ത് മഹേശ്വർ എന്ന ഗ്രാമത്തിലാണ് മൊണാലിസയുടെ വീട്. അച്ഛനിട്ട പേരാണ് മൊണാലിസ. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട്. മാലകളും ക്രാഫ്റ്റുമൊക്കെ ഉണ്ടാക്കി വിൽക്കലാണ് തൊഴിൽ. അതിനാൽ തന്നെ മൊണാലിസയും അതേ വഴി തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ പഠനം കഴിഞ്ഞ് കുടുംബ ബിസിനസ് ചുമലേറ്റിയെന്നൊന്നും കരുതരുത്. മൊണാലിസ സ്കൂളിൽ പോയിട്ടില്ല. പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അത് പതിവില്ലാത്തത് കാരണമോ മറ്റു സാഹചര്യങ്ങൾ കാരണമോ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടിയിട്ടില്ല. എന്താ പഠിക്കാത്തതെന്ന ചോദ്യത്തിന് അച്ഛനും അമ്മയും പഠിപ്പിച്ചില്ല, അതുകൊണ്ട് പഠിച്ചില്ല എന്ന് മാത്രമേ അവൾക്കറിയൂ. വലിയ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഉള്ളപ്പോൾ കുടുംബമായി പോകും. അവിടെ തമ്പടിക്കും, മാലയും രുദ്രാക്ഷവും വിൽക്കും. ഒരു ദിവസം 300-400 രൂപ വരെ ലഭിക്കും. അതാണ് ജീവിതം. 2 വർഷമായി മൊണാലിസയും മാല വിൽക്കാൻ തെരുവിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ മുതൽ കേൾക്കുന്നതാണ് സുന്ദരിയാണെന്നും സൗന്ദര്യമുള്ള കണ്ണുകളാണെന്നും മറ്റും. ഇങ്ങനെ ആളുകൾ പിന്നാലെ കൂടുന്നതും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യുന്നതും ഒന്നും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല. അവർ വഴക്കു പറയും, മാല വിൽക്കുന്നതിൽ ശ്രദ്ധിക്കാൻ പറയും. പക്ഷേ മൊണാലിസയ്ക്ക് ഹിന്ദി സിനിമകളൊക്കെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് സൽമാന്റെ കടുത്ത ആരാധിക. സിനിമയിലേക്കും മോഡലിംഗ് രംഗത്തേക്കും വരാൻ താല്പര്യമുണ്ടോ എന്ന് ഒരുപാട് പേർ ചോദിക്കാറുണ്ട്. തനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ അച്ഛനും അമ്മയും വിടില്ല. അവരെ ഉപേക്ഷിച്ച് ഞാൻ പോവുകയുമില്ല. മഹാകുംഭമേള കാണാനെത്തിയ 2 വിദേശികളോട് മൊണാലിസ സംസാരിക്കുന്ന വീഡിയോ വൈറലായതോടെയാണ് ഈ പെൺകുട്ടിയെ കാണാൻ തിരക്കേറിയത്. ഒറ്റ രാത്രി കൊണ്ട് വൈറലായ പെൺകുട്ടിയെ തേടി ജനങ്ങൾ കൂട്ടമായി എത്തിയതോടെ ഇന്ന് കഥയാകെ മാറിയ മട്ടാണ്. ഇതുവരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. ഒറ്റ ദിവസത്തിൽ കത്തിയമരുന്ന പല മുൻ മാതൃകകളെയും പോലെ ഈ പെൺകുട്ടിയും തന്റെ ഗ്രാമജീവിതത്തിലേക്ക് തിരിച്ചു പോകുമോ? അതോ ആരാലും ഒരു വട്ടം കൂടി നോക്കി നിന്നു പോകുന്ന വശ്യത അവളുടെ ജീവിതം നല്ല രീതിയിൽ മാറ്റിമറിക്കുമോ? കാലം ഈ ചോദ്യത്തിന് ഉത്തരം നൽകട്ടെ. ഈ കൗമാരക്കാരിക്ക് നല്ലത് വരട്ടെ. തേൻ നിറവും ചാരക്കണ്ണുകളും കോടിക്കണക്കിന് മനുഷ്യർ ഒഴുകിയെത്തിയ കുംഭമേളയിൽ എല്ലാവരുടെയും കണ്ണുടക്കിയത് ഒരാളിൽ. ആരാണ് ആ സുന്ദരി? മടഞ്ഞിട്ട മുടിയും മുക്കുത്തിയും ചിരിയുമെല്ലാം വൈറൽ. കണ്ടവർ പിന്നാലെ കൂടി. കുംഭമേളയിൽ മാല വിൽക്കാൻ വന്ന സുന്ദരിക്ക് പിന്നാലെയായി പിന്നെ ക്യാമറ കണ്ണുകൾ. ഇൻഡോർ സ്വദേശിയായ യുവതി നിമിഷ നേരം കൊണ്ടാണ് കുംഭമേളയിലെ മൊണാലിസയായി മാറിയത്. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ശൈലിയും ശ്രദ്ധേയമായി. കുംഭമേള പകർത്താനെത്തിയ വ്ലോഗർമാരാണ് പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാക്കിയത്. അപ്പോൾ അതാ പറഞ്ഞത്, ചിലവരുടെ ജീവിതം മാറാൻ, തലവരെ മാറാൻ ചെറിയ നിമിഷം മതി. ചില ആൾക്കാരത് അല്ലേ, ആരും പ്രതീക്ഷിക്കാത്തൊരു അവിടെ വ്ളോഗർമാർ ചെന്ന് കുംഭമേളത്തിൻ്റെ ഇടയിൽ കാണപ്പെട്ട ഒരു കുട്ടിയാണ് ഈ കുട്ടി. അവിടുന്ന് വ്ളോഗർമാരാണ് ഈ കുട്ടിൻ്റെ വീഡിയോസ് വൈറലും കാര്യങ്ങളൊക്കെ ആക്കിയത്. ഇന്ന് ആ കുട്ടീനെ തിരഞ്ഞെടുക്കണം എല്ലാവരും. സോഷ്യൽ മീഡിയസിലാണെങ്കിലും ആക്ടറിങ് ആണെങ്കിലും ഭയങ്കര ഫേമസ് ആയിട്ട് ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്നത് ഈ ഒരു മൊണാലിസ പറഞ്ഞ കുട്ടിയാണ്. ആ കുട്ടിൻ്റെ ഭാഗ്യം ആലോചിച്ചാൽ മതി. കാരണം ചുരുങ്ങിയ നേരം കൊണ്ടാണ് ഇത് വൈറലായതും നാട്ടുകാർ മൊത്തം, ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു കുട്ടിയായി മാറിയത്.
അവളെ ഭംഗി, കണ്ണിൻ്റെ ഭംഗി, മൂക്കുത്തി. പക്ഷേ എന്താ പറയുക, ഞാൻ പറയണത് എന്താ പറയുക, നമ്മളെ പടച്ചോന് നമ്മളെ തലവരെ മാറ്റാൻ ചില സമയം മതി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ കൊണ്ടാക്കാനും ചില ആൾക്കാരെ രക്ഷപ്പെടുക എന്നൊക്കെ പറയണത് ഇതാണിത്. അപ്പോൾ ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂട്ടുക.